വയനാട് യൂത്ത് കോൺഗ്രസ് മാർച്ചിനിടെ KSU നേതാവ് പോലീസ് ഉദ്യോഗസ്ഥനെ മുഖത്തടിച്ച സംഭവത്തിൽ കേസെടുത്ത പോലീസ് KSU ജില്ലാ പ്രസിഡന്റ് ഗൗതം ഗോകുൽദാസിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. കയ്യേറ്റത്തിനെതിരായ പോലീസ് ഉദ്യോഗസ്ഥൻ ബേസിൽ പോൾ നൽകിയ പരാതിയിലാണ് കേസ്. വിവരങ്ങളുമായി ലിൻഡോ തോമസ് ചേരുന്നുണ്ട്. ലിൻഡോ, എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്? വയനാട്ടിലെ യൂത്ത് കോൺഗ്രസ് മാർച്ചിനിടെ KSU നേതാവ് പോലീസ് ഉദ്യോഗസ്ഥനെ മുഖത്തടിച്ച സംഭവത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ലിൻഡോ തോമസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ലിൻഡോ, കേൾക്കാമോ? വയനാട് യൂത്ത് കോൺഗ്രസ് മാർച്ചിനിടെ KSU നേതാവ് പോലീസ് ഉദ്യോഗസ്ഥനെ മുഖത്തടിച്ച സംഭവത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. KSU ജില്ലാ പ്രസിഡന്റ് ഗൗതം ഗോകുൽദാസിനെതിരെയാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കയ്യേറ്റത്തിനിരയായ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ബേസിൽ പോളാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഇദ്ദേഹം വൈത്തിരി പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഈ കേസെടുത്തിരിക്കുന്നത് കൽപ്പറ്റ പോലീസാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്ത് ഈ കേസെടുത്തിരിക്കുന്നത്. ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തുന്നതിന് തടസ്സം നിന്നതിനും ഉദ്യോഗസ്ഥന്റെ മുഖത്ത് അടിച്ചതിനുമാണ് ഈ കേസെടുത്തിരിക്കുന്നത്. ഇന്ന് രാവിലെ 11:30 കൂടിയാണ് ഈ കൽപ്പറ്റ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത്. ഇതിനിടെ ബാരിക്കേഡിന് സമീപത്ത് നിന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളുമായി പോലീസ് ആയുള്ള തർക്കത്തിനിടയിലാണ് ഈ KSU ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ഗൗതം ഗോകുൽദാസ്